ലഞ്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങളുടെ ബോട്ട് ഞങ്ങളെയും കൊണ്ട് കുതിച്ചു പായുകയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ക്യാപ്റ്റനെ കണ്ടോ, ചെറിയ ആളാണ് കേട്ടോ, ആഞ്ഞു പിടിക്കുന്നുണ്ട് അത് നീങ്ങാൻ വേണ്ടി കേട്ടോ. എൻ്റെ ദൈവമേ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ മുകളിൽ പോയി ഡെക്കിൽ കയറാമെന്ന് വിചാരിച്ചു. അവിടെ എത്തിയപ്പോൾ നമ്മുടെ ചേട്ടൻ അതെല്ലാം തുറന്നൊക്കെ തന്നു കേട്ടോ. നല്ല രസമാണ് അവിടെ ഇരുന്നുള്ള ഒരു ആംബിയൻസ്, നല്ല രസമാണ്. ആ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ചിലവഴിക്കാമെന്ന് വിചാരിച്ചു. പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിരുന്നു. പിന്നെ കുറച്ച് ഡാൻസൊക്കെ ആകാമെന്ന് വിചാരിച്ചു. എല്ലാവരുടെ ഡാൻസ് കളിയൊക്കെ നടത്തി. അപ്പോൾ പിന്നെ എന്നാട്ടെ കുറച്ച് റൊമാൻസ് സീനൂടെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് ദേ വരുന്നു നമ്മുടെ സീനിയർ സിറ്റിസൺസ് എല്ലാം കൂടെ കട്ടുറുമ്പ് പോലെ മേളിലോട്ട് കയറി വന്നേക്കുന്നു. എല്ലാം വന്ന് അവിടെ ഇരുന്ന് എന്താണെന്നോ താഴെ ഒരു ഐസ്ക്രീംകാരൻ വന്നായിരുന്നേ. എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എല്ലാം ദേ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് നീങ്ങിയതായി. അപ്പോഴവിടെ ഒരു ചർച്ച് കണ്ടോ. ആ ചർച്ചാണെങ്കിൽ ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നതാണെന്ന് അവിടുത്തെ ചേട്ടന്മാർ പറയുന്നത് കേട്ടു കേട്ടോ. അപ്പോഴത്തേനും ചായക്കടിക്കുള്ള സമയമായി. ചായയും പഴംപൊരിയും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് എല്ലാവരുടെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ദേ മുന്നോട്ട് പോയിക്കൊണ്ടിരുമ്പോൾ സ്പീഡ് ബോട്ട് വന്നേ. ഞങ്ങളുടെ അപ്പ ആണെങ്കിൽ അതിൽ കയറാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾ പോകാമെന്നൊക്കെ ഒന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, വിടത്തില്ല എന്നും പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ദേ ഞങ്ങളാണ് ഈ വൈകുന്നേരം ടൈം ആയതുകൊണ്ടുണ്ടല്ലോ നല്ല തണുത്ത കാറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് എൻജോയ് ഒക്കെ ചെയ്തു. പിന്നെ കുറേ കൊതിയും നുണയൊക്കെ ആകാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ സമയം ചിലവഴിച്ചു. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായി ഇതിൻ്റെ താഴെ ഞങ്ങൾ ലിങ്ക് കൊടുത്തേക്കാമേ, എല്ലാവരും കാണണം കേട്ടോ. വൈകുന്നേരം ടൈം ആയതുകൊണ്ട് നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഇളം കാറ്റൊക്കെ ഉണ്ടായിരുന്നേ. ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേനും നമ്മുടെ ബോട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പിടിച്ചിട്ടു. അവിടെ എല്ലാ ബോട്ടുകളും വന്ന് കുറേ ബോട്ടുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷൊക്കെ ആയി. അപ്പോൾ കുറേ പേരാണെങ്കിൽ അവിടെ മീനെ പിടിക്കാമെന്നും പറഞ്ഞിറങ്ങി. അപ്പായും സിയും എല്ലാം കൂടെ കേട്ടോ. വൈകിട്ടത്തെ ഡിന്നറിന് മീൻ പിടിച്ചിട്ട് വറക്കാമെന്നൊക്കെ പറഞ്ഞിറങ്ങിയതാണേ. സിയാണെങ്കിൽ പിന്നെ ചൂണ്ടയിടാൻ ഭയങ്കര വിദഗ്ധനാണ് കേട്ടോ. കുറേ ചൂണ്ടയിട്ട് നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. എല്ലാം ഫ്ലോപ്പായി കേട്ടോ. അതേ ഇങ്ങനെ നടക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാം. നാണം കെട്ട് പോയി എന്നുള്ളൊരു ചിന്തയുണ്ട് മനസ്സിലെ. ഒരെണ്ണത്തിനെങ്കിലും എങ്ങനെയെങ്കിലും ആഞ്ഞ് പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദേ പോവുകയാണ് കേട്ടോ. ഓരോ സ്ഥലങ്ങൾ മാറി 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 നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങളെല്ലാം ബാൽക്കണിയിൽ നിന്ന് ഇത് കാഴ്ചക്കാരായിട്ട് നിൽക്കുക കണ്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്പോൾ ഇവിടെ എന്താണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. എന്ത് ചമ്മി നാറി നിൽക്കുകയാണേ. ഭാഗ്യത്തിന് പിന്നെ ലാസ്റ്റിൽ എവിടുന്നോ ഒരു മീനാണ് ചൂണ്ടയിലൊന്ന് കയറി. എൻ്റെ ദൈവമേ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമായിരുന്നു കേട്ടോ. അതിനെയും പൊക്കി പിടിച്ചുകൊണ്ട് കുറേ നേരം നിന്ന് കളിക്കുന്നത് കണ്ടായിരുന്നു. ദേ മീനെ കിട്ടിയേ മീനെ കിട്ടിയേ എന്നും പറഞ്ഞുകൊണ്ടേ. അത് പിന്നെ ഞങ്ങൾ ആ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തായിരുന്നേ. ചേട്ടൻ ഞങ്ങൾക്ക് വൈകിട്ടാണെങ്കിലേ ആ മീനെ ഫ്രൈ ചെയ്തൊക്കെ തന്നു. ദേ കണ്ടില്ലേ, പെട്ടക്കുന്ന ഒരു മീൻ. അപ്പോൾ ദേ കണ്ടോ, അപ്പുറത്ത് രാജാവിനെ പോലെ ഒരാൾ പോകുന്നത് കണ്ടോ. എന്ത് രസമാണല്ലേ. നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ തുടർ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.